വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. എട്ടാമത്തെ ചോദ്യം, കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങളുടെ പഠനം പഠനത്തിന്റെ ഏത് മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങളുടെ പഠനം പഠനത്തിന്റെ ഏത് മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്? The feeling aspect related to the behavioral change falls in dash domain of learning. A. വൈജ്ഞാനിക മണ്ഡലം അഥവാ കോഗ്നിറ്റീവ് ഡൊമൈൻ. ബി. മനഃശാലക മണ്ഡലം അഥവാ സൈക്കോമോട്ടോർ. സി. വൈകാരിക മണ്ഡലം അഥവാ അഫക്റ്റീവ്. ഡി. മുകളിൽ കൊടുത്തവയെല്ലാം അഥവാ ഓൾ ദി അബോവ്. സി ആണ് ഉത്തരം, അഫക്റ്റീവ് അഥവാ വൈകാരിക മണ്ഡലം, അഫക്റ്റീവ് ഡൊമൈൻ. ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അദ്ദേഹമാണ് കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, അഫക്റ്റീവ് എന്നിങ്ങനെയൊക്കെ വേർതിരിച്ചിട്ടുള്ളത്. ഈ കാറ്റഗറി 2-ൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നതിന്റെ അർത്ഥം ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാറ്റഗറി 2-ൽ വരാമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ബ്ലൂംസ് ടാക്സോണമി എന്താണ് എന്ന് മനസ്സിലാക്കാം. ബ്ലൂംസ് ടാക്സോണമി തയ്യാറാക്കപ്പെടുന്നത് 1956-ലാണ്. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് അതിന് നേതൃത്വം നൽകിയത്. അഥവാ അദ്ദേഹം ഒറ്റക്കല്ല തയ്യാറാക്കിയത്, അദ്ദേഹം ചെയർമാനായ ഒരു കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ അത് തയ്യാറാക്കുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് വിദ്യാഭ്യാസത്തിലൂടെ ഒരാൾ നേടിയെടുക്കേണ്ടുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളെ 3 മണ്ഡലങ്ങളായി, 3 ഡൊമൈൻസ് ആയി അദ്ദേഹം തരംതിരിച്ചു. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ അഥവാ ബോധനോദ്ദേശങ്ങളെ 3 മണ്ഡലങ്ങളായിട്ട് ആദ്യം വേർതിരിച്ചു. അഥവാ വിദ്യാഭ്യാസത്തിലൂടെ 3 തരം കഴിവുകൾ, 3 തരം കാര്യങ്ങൾ ഒരാൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഒന്ന്, പാഠപുസ്തകങ്ങളിൽ ഒരാൾ ചൊല്ലിപ്പഠിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, അറിവ് എന്ന് നമ്മൾ പറയും, അതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. മാനസിക നൈപുണ്യങ്ങൾ, ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണത്. മാനസിക നൈപുണ്യങ്ങൾ അഥവാ അറിവ്, അതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. രണ്ടാമത്തേത് അഫക്റ്റീവ് ഡൊമൈൻ, അത് വൈകാരികമായ കാര്യങ്ങളാണ്, അഥവാ മനോഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമത്തേതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ, മനഃശാലകം എന്ന് മലയാളത്തിൽ പറയും. അത് ശാരീരികമായ കഴിവുകളാണ്, നൈപുണ്യങ്ങൾ. ഒന്നാമത്തേത് കോഗ്നിറ്റീവ് ഡൊമൈൻ, അത് അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മാനസിക നൈപുണ്യങ്ങൾ എന്ന് പറയാം. അഫക്റ്റീവ് ഡൊമൈൻ എന്നത് വൈകാരികമായ കാര്യങ്ങളാണ്, മനോഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ സൈക്കോമോട്ടോർ ഡൊമൈൻ, അത് മനുഷ്യരുടെ ശാരീരികമായ കഴിവുകളുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം ഇങ്ങനെ അദ്ദേഹം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 മണ്ഡലങ്ങളായി, 3 ഡൊമൈനുകളായിട്ട് തരംതിരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം മറ്റൊരു രൂപത്തിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അഥവാ ബുദ്ധിയുമായി അഥവാ അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് താഴെ ഹെഡ് എന്ന് എഴുതിയിരിക്കുന്നു, അഥവാ ഹെഡ് തലയുമായി അഥവാ തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. രണ്ടാമത്തേത് അഫക്റ്റീവ് ഡൊമൈൻ, അത് മനുഷ്യന്റെ ഫീലിങ്സ്, ഇമോഷൻസ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചത് അതാണല്ലോ, കുട്ടികളുടെ വികാരങ്ങളുമായി അഥവാ കുട്ടികളുടെ ഫീലിങ്സുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങളുടെ പഠനം ഏതു മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണല്ലോ ചോദ്യം. അത് അഫക്റ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടതാണ്, ഫീലിങ്സ്, ഇമോഷൻസ്. അതിന് താഴെ ഹാർട്ട് എന്ന് എഴുതിയിരിക്കുന്നു, അഥവാ ഈ മനോഭാവങ്ങളും വികാരങ്ങളും ഒക്കെ ഹൃദയത്തിലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിന് താഴെ ഹാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. സൈക്കോമോട്ടോർ ഡൊമൈൻ, അത് ഫിസിക്കൽ ഓർ മാനുവൽ സ്കിൽസുമായി ബന്ധപ്പെട്ടതാണ്, അഥവാ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ അഥവാ ശരീര അവയവങ്ങൾ കൊണ്ടൊക്കെ ചെയ്യുന്ന സ്കില്ലുകളുമായി ബന്ധപ്പെട്ടതാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അതുകൊണ്ടാണ് അതിന് താഴെ ഹാൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ ഹെഡ്, ഹാർട്ട്, ഹാൻഡ്, ഇതിനെ ചുരുക്കിയിട്ട് 3H എന്ന് പറയാറുണ്ട്. ഹെഡ്, ഹാർട്ട്, ഹാൻഡ്. ഈ വാക്കുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിനെ 3H എന്ന് വിളിക്കുന്നത്.
ഇങ്ങനെ 3 മണ്ഡലങ്ങളാക്കി വേർതിരിച്ചതിന് ശേഷം, അഥവാ 3 ഡൊമൈൻസ് ആക്കി വേർതിരിച്ചതിന് ശേഷം ഓരോ ഡൊമൈൻ സംബന്ധിച്ചിട്ടുള്ള ടാക്സോണമി തയ്യാറാക്കി. ബെഞ്ചമിൻ ബ്ലൂം കോഗ്നിറ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ട ടാക്സോണമി മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. മറ്റു രണ്ടും വേറെ ചില ആളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കോഗ്നിറ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ട ടാക്സോണമി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എന്താണൊരു ടാക്സോണമി? അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ കാര്യങ്ങളെല്ലാം ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. നമ്മൾ കൊഗ്നിറ്റീവ് ഡൊമൈനിന്റെ ടാക്സോണമിയാണ് കാണുന്നത്. എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം. അക്വിസിഷൻ, പ്രോസസ്സിംഗ്, മാസ്റ്ററിംഗ് ഓഫ് നോളജ്, അഥവാ അറിവ് നേടുക, ആ അറിവിന്റെ പ്രോസസ്സിംഗ്, പിന്നെ അവസാനം ആ അറിവിന്റെ ഏറ്റവും ഉയർന്ന വിധാനത്തിലെത്തുക. ഇതുമായി ബന്ധപ്പെട്ടതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. എങ്ങനെയാണ് ഒരു കുട്ടി അറിവിന്റെ ഏറ്റവും ഉയർന്ന ലെവലിൽ, അഥവാ മാസ്റ്ററി ലെവലിൽ ഒരു കുട്ടി എത്തിച്ചേരുന്നത്? അതിന്റെ പടികൾ ഏതൊക്കെയാണ്? അതാണ് ടാക്സോണമിയായിട്ട് അദ്ദേഹം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ടാക്സോണമിയുടെ പ്രത്യേകത സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുണ്ടാവുക. അഥവാ ഏറ്റവും അടിയിലുള്ളത് ഏറ്റവും സിമ്പിൾ ആയിരിക്കും, അതിന്റെ മുകളിലുള്ളത് അല്പം കൂടി കോംപ്ലക്സിറ്റി ഉള്ളതായിരിക്കും, അതിന്റെ മുകളിലുള്ളതിന് അല്പം കൂടി കോംപ്ലക്സിറ്റി കൂടെ, ഏറ്റവും മുകളിലുള്ളതിന് ഏറ്റവും കൂടുതൽ കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇതാണ് കൊഗ്നിറ്റീവ് ഡൊമൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെഞ്ചമിൻ ബ്ലൂം തയ്യാറാക്കിയിട്ടുള്ള ടാക്സോണമി. ഇതിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഈ ടാക്സോണമിയുടെ ഏറ്റവും അടിയിലുള്ളത്, ഏറ്റവും താഴ്ഭാഗത്തുള്ളത് നോളജ് ആണ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. അഥവാ ഒരു പഠനത്തിന്റെ ഏറ്റവും ലളിതമായ, ഏറ്റവും ചെറിയ ഘട്ടമാണ് അത്. ദ എബിലിറ്റി ടു റീകാൾ ഇൻഫർമേഷൻ. പഠിച്ച കാര്യങ്ങൾ അതേപടി ഓർത്തെടുക്കാൻ പറ്റുന്നുവെങ്കിൽ അയാൾ നോളജ് എന്ന ലെവലിലാണ് എത്തിയിട്ടുള്ളത്. അഥവാ ഒരു കുട്ടിക്ക് അവൻ പഠിച്ച ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഓർത്തെടുക്കാൻ പറ്റുന്നുവെങ്കിൽ അവൻ നോളജ് എന്ന ലെവലിലാണ് എത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ലെവലാണ് കോംപ്രിഹെൻഷൻ. നോളജിന്റെ തൊട്ടു മുകളിൽ കോംപ്രിഹെൻഷൻ. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വാട്ട് ഈസ് നോൺ. പഠിച്ചതിന്റെ ആശയവും അർത്ഥവും ഒക്കെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കോംപ്രിഹെൻഷൻ എന്ന ലെവലിൽ എത്തിയിരിക്കുന്നു. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ തിയറി പഠിപ്പിച്ചു. ഒരു കുട്ടി ആ തിയറിയുടെ വാക്കുകളെല്ലാം അതേപോലെ തന്നെ മനഃപ്പാഠമാക്കി ആ വാക്കുകൾ ഇങ്ങനെ ഉരുവിടുന്നുവെങ്കിൽ അയാൾക്ക് നോളജ് എന്ന ലെവലിലേ എത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ മറ്റൊരു വിദ്യാർത്ഥിക്ക് ആ പറയുന്ന തിയറിയുടെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുകയും സ്വന്തം വാക്കിൽ ആ തിയറി വിശദീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് ആ തിയറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അയാൾ കോംപ്രിഹെൻഷൻ എന്ന ലെവലിൽ എത്തിയിരിക്കുന്നു. മൂന്നാമത്തതാണ് ആപ്ലിക്കേഷൻ. ദ എബിലിറ്റി ടു യൂസ് നോളജ് ഇൻ എ ന്യൂ സിറ്റുവേഷൻ. പഠിച്ച വിവരത്തെ മറ്റൊരു സാഹചര്യത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നുവെങ്കിൽ അയാൾ ആപ്ലിക്കേഷൻ എന്ന ലെവലിൽ എത്തിയിരിക്കുന്നു. ക്ലാസ് റൂമിൽ കൃഷിയുമായി ഒക്കെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും പഠിക്കും. അത് സ്വന്തം കൃഷിഭൂമിയിൽ ഒരു കുട്ടിക്ക് പ്രയോഗിക്കാൻ പറ്റുന്നുവെങ്കിൽ അവൻ പഠനത്തിൽ ആപ്ലിക്കേഷൻ എന്ന ലെവലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നാലാമത്തെ തലമാണ് അനാലിസിസ്. മീനിങ്ഫുൾ ബ്രേക്കിംഗ് ഓഫ് ദി മെറ്റീരിയൽ ഇൻ ടു കോമ്പണന്റ് പാർട്സ് ആൻഡ് ഡ്രോ എ റിലേഷൻഷിപ്പ് എമംഗ് ദി പാർട്സ്. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അതിനെ പല ഭാഗങ്ങളായിട്ട് വേർതിരിക്കേണ്ടി വരും. അപ്പോഴാണ് ഇതിനകത്തുള്ള ഈ ഭാഗങ്ങളൊക്കെ എന്തെല്ലാമാണെന്നും അവ എങ്ങനെയാണ് പരസ്പരം ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു തണ്ണിമത്തൻ, ആ തണ്ണിമത്തനെ നമ്മൾ പുറമെ നിന്ന് മാത്രമേ നോക്കുന്നുള്ളൂവെങ്കിൽ അത് ഒരു പച്ച വസ്തു മാത്രമാണ്, പച്ച കളറിലുള്ള ഒരു വസ്തുവാണ്. പക്ഷേ നമ്മൾ അതിനെ നന്നായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് മുറിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗം ചുവന്ന കളറാണെന്നും അതാണ് നമ്മൾ കഴിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം അതിൽ വിത്ത് ഉണ്ട്. പിന്നെ ഈ ചുവന്ന കളറിനും പച്ച കളറിനും ഇടയിൽ ഒരു ഭാഗം വെളുത്ത ഭാഗമാണ്
എന്നൊക്കെ അത് കീറി നോക്കിയാലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങൾ അതിനുള്ളിലുണ്ട് എന്നും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ നമുക്കത് കീറി നോക്കുമ്പോൾ, പല ഭാഗങ്ങളാക്കി മുറിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു കാര്യത്തെ ഇങ്ങനെ പല ഭാഗങ്ങളാക്കിയിട്ട് വിശകലനം ചെയ്യുന്നതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ തലമാണ് സിന്തസിസ്. ദ എബിലിറ്റി ടു പുട്ട് പാർട്സ് ടുഗദർ ടു ഫോം എ ന്യൂ പാറ്റേൺ. നമ്മൾ പഠിച്ച കാര്യത്തെ ഒരു പുതിയ പാറ്റേണിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ സിന്തസിസ് എന്ന നിലവാരത്തിൽ എത്തിയിരിക്കുന്നു. ദ എബിലിറ്റി ടു പുട്ട് പാർട്സ് ടുഗദർ ടു ഫോം എ ന്യൂ പാറ്റേൺ. ഇനി ആറാമത്തെ നിലവാരമാണ് ഇവാലുവേഷൻ. അതാണ് ഹയസ്റ്റ് ലെവൽ. ഈ ടാക്സോണമിയിലെ ഏറ്റവും ഉയർന്ന വിധാനം ഇവാലുവേഷനാണ്. ദ എബിലിറ്റി ടു ജഡ്ജ്, ചെക്ക് ആൻഡ് ഈവൻ ക്രിട്ടിക് ദ വാല്യൂ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് മേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻ. പഠിച്ച കാര്യത്തെ വിലയിരുത്താനും അതിനെ വേണമെങ്കിൽ അതിനെ വിമർശിക്കാനും ഒക്കെയുള്ള നിലവാരത്തിലേക്ക് അയാൾ എത്തുകയാണ്. എന്നിട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി അയാൾക്കുണ്ടാകുന്നു. അതാണ് ഇവാലുവേഷൻ എന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ. അതാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കണ്ടെത്താൻ സാധിക്കും? ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കണ്ടെത്താൻ സാധിക്കും? വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ആൻ ഇന്റലിജന്റ് ടെസ്റ്റ്? എ, കുട്ടിയുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ലേണർ. ബി, കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷി, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഓഫ് ദി ലേണർ. സി, കുട്ടിയുടെ അഭിഭാവം അഥവാ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദി ലേണർ. ഡി, കുട്ടിയുടെ താല്പര്യം, ഇൻട്രസ്റ്റ് ഓഫ് ദി ലേണർ. ബി ആണ് ഉത്തരം, കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷി, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഓഫ് ദി ലേണർ. അതാണ് ഈ കൂട്ടത്തിൽ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് വഴി അഥവാ ഒരു ബുദ്ധിശോധകം വഴി കണ്ടെത്താൻ സാധിക്കുക. കുട്ടിയുടെ മനോഭാവമോ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡോ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അഥവാ താല്പര്യമോ ഒന്നും ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് വഴി കണ്ടെത്താൻ സാധിക്കുകയില്ല. നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് വഴി കണ്ടെത്താൻ സാധിക്കുക എന്ന്. ഈ ബുദ്ധിശോധകങ്ങൾ അഥവാ ബുദ്ധി അളക്കുന്ന ടെസ്റ്റുകൾ ഉപയോഗിച്ച് അളക്കുന്ന സാമാന്യ ശേഷികൾ ഏതൊക്കെയാണ് എന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അവയിൽ എല്ലാം നമ്മൾ പറയുന്നതല്ല, അതിൽ ചിലതാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഒന്ന്, ന്യൂമറിക്കൽ റീസൺസ്, സംഖ്യാപരമായ യുക്തിചിന്ത. രണ്ട്, അനലോജീസ് അഥവാ സദൃശ ബന്ധങ്ങൾ. മൂന്ന്, ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം. നാല്, സ്പേഷ്യൽ റിലേഷൻസ്, സ്ഥലപരിമിതി ബന്ധങ്ങൾ. അഞ്ച്, ലോജിക്കൽ സെലക്ഷൻ, യുക്തിപൂർവകമായ തെരഞ്ഞെടുപ്പ്, ലോജിക്കൽ സെലക്ഷൻ. ആറ്, സിനോനിംസ്, പര്യായങ്ങൾ. ഏഴ്, പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്, പ്രായോഗിക നിഗമനങ്ങൾ അഥവാ പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്. എട്ട്, വെർബൽ കോംപ്രിഹെൻഷൻ, ഭാഷാപരമായ ആശയഗ്രഹണം, വെർബൽ കോംപ്രിഹെൻഷൻ. 9, മെമ്മറി, സ്മരണ. 10, പ്രോബ്ലം സോൾവിംഗ്, പ്രശ്ന നിർദ്ധാരണം. ഇത് 10 നമ്മൾ മനഃപ്പാഠമാക്കുകയാണ് വേണ്ടത്. ഇത് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ 10 നമ്മൾ മനഃപ്പാഠമാക്കുക തന്നെ ചെയ്യണം. ന്യൂമറിക്കൽ റീസണിംഗ്, അനലോജീസ്, ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ റിലേഷൻസ്, ലോജിക്കൽ സെലക്ഷൻ, സിനോനിംസ്, പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്, വെർബൽ കോംപ്രിഹെൻഷൻ, മെമ്മറി, പ്രോബ്ലം സോൾവിംഗ്. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: ബുദ്ധിശോധകങ്ങൾ വഴി അഥവാ ഇന്റലിജൻസ് ടെസ്റ്റുകൾ വഴി അളക്കാൻ സാധിക്കാത്തത് ഏതാണ്? അപ്പോൾ അളക്കാൻ സാധിക്കാത്തത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അളക്കാൻ സാധിക്കുന്നത് ഏതാണ് എന്ന് നമുക്ക് അറിയണം. അഥവാ ആ 10 നമുക്ക് നല്ല മനഃപ്പാഠമായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ പെടാത്തത് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ 10 നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കണം. എങ്കിലേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. സദൃശ ബന്ധങ്ങൾ കാണാനുള്ള കഴിവ്, എബിലിറ്റി ടു ഫൈൻഡ് അനലോജി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അനലോജീസ് എന്ന് പറഞ്ഞതാണ്.
അപ്പോൾ അത് അളക്കാൻ സാധിക്കും, നമുക്കറിയാം. ബി, വർഗീകരണം ചെയ്യാനുള്ള ശേഷി, എബിലിറ്റി ടു ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതും അളക്കാൻ സാധിക്കും. അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ 10 ആപ്റ്റിറ്റ്യൂഡ് എന്നത് ഉണ്ടായിരുന്നില്ല. ഡി നോക്കാം, പ്രശ്ന നിർദ്ധാരണ ശേഷി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. 10ാമതായിട്ട് നമ്മൾ പറഞ്ഞത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇതിലില്ലാത്തത് അഥവാ അളക്കാൻ സാധിക്കാത്തത് അഭിരുചിയാണ് അഥവാ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 10 മനഃപ്പാഠമാക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. 10ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? Which of the following is not directly related with creativity? A, വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. ബി, വ്യതിരിക്ത ചിന്ത അഥവാ ഡൈവർജന്റ് തിങ്കിങ്. സി, ഏകമുഖ ചിന്ത, കൺവർജന്റ് തിങ്കിങ്. ഡി, ആശയ സ്പഷ്ടത, പുതുമ, നവീനം, ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ്, നോവൽറ്റി ആൻഡ് ഇന്നോവേഷൻ. സർഗാത്മകതയുമായി അഥവാ ക്രിയേറ്റിവിറ്റിയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് സി ആണ്, ഏകമുഖ ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് മനസ്സിലാക്കണം, അഥവാ സർഗാത്മകത. അപ്പോഴാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുക. നമുക്ക് നോക്കാം എന്താണ് സർഗാത്മകത, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ എന്താണ് സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി? സർഗാത്മകത അല്ലെങ്കിൽ സർഗപരത എന്നും പറയാം. നൂതനമോ പുതുമയുള്ളതോ ആയ ഒരു ആശയത്തെയോ വസ്തുവിനെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു വ്യക്തിയുടെ ശേഷി, അതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. നിലവിലുള്ള നമ്മൾ കേട്ട് പരിചയിച്ച ഒരു കാര്യത്തെ കോപ്പി അടിച്ച് പറയുന്നതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുകയില്ല. ഇതുവരെ ആർക്കും പരിചിതമല്ലാത്ത പുതിയ ഒരു ആശയത്തെ അല്ലെങ്കിൽ പുതിയൊരു വസ്തുവിനെ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു ശേഷി, അതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നേരത്തെ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യത്തെ നൂതനമായ ഒരു രീതിയിൽ അഥവാ പുതിയ ഒരു രീതിയിൽ ക്രമീകരിക്കാനോ രൂപപ്പെടുത്താനോ ഉള്ള ശേഷിക്കും ക്രിയേറ്റിവിറ്റി എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഓപ്ഷനുകൾ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതിൽ ഡി എന്ന ഓപ്ഷനിൽ കാണാം ആശയസ്പഷ്ടത, പുതുമ, നവീനം. പുതുമയും നവീനവും ഒക്കെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നൂതനമോ പുതുമയുള്ളതോ ആയ എന്നാണ് നമ്മളത് പറഞ്ഞു തുടങ്ങിയത് തന്നെ. അപ്പോൾ ക്രിയേറ്റിവിറ്റിയിൽ പുതുമയുണ്ടായിരിക്കും. ബി എന്ന ഓപ്ഷൻ നോക്കുമ്പോൾ വ്യതിരിക്ത ചിന്ത എന്നാണ്, അഥവാ ഡൈവർജന്റ് തിങ്കിങ്. അതാണ് ക്രിയേറ്റിവിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. നിലവിലുള്ള അതേ ചിന്താരീതി തുടരൽ ക്രിയേറ്റിവിറ്റി അല്ല. വ്യതിരിക്തമായ ചിന്ത അത് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം തന്നെയാണ്. അടഞ്ഞ നിയന്ത്രിത ചിന്തക്ക് പുറത്തു കടന്ന് സാഹസിക ചിന്തകളിൽ വ്യാപരിക്കുന്നതിന്റെ ഫലമാണ് സർഗാത്മക സൃഷ്ടികൾ. അതിൽ പെടാത്തത് ഏകമുഖ ചിന്തയാണ് എന്ന് നമ്മൾ പറഞ്ഞു, അഥവാ കൺവർജന്റ് തിങ്കിങ്. ഏകമുഖ ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതിൽ ക്രിയേറ്റിവിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ഏത് തരം ചിന്തയാണോ വേണ്ടത് അതിനെയാണ് ഏകമുഖ ചിന്ത എന്ന് പറയുന്നത്. അഥവാ ഏതോ ഒരു പുസ്തകത്തിൽ നോക്കി നമ്മൾ കുറെ കാര്യങ്ങൾ മനഃപ്പാഠമാക്കുന്നു, അത് ചോദ്യത്തിൽ വരുന്നു, ചോദ്യത്തിൽ വന്ന ശരിയായ ഉത്തരം നമ്മൾ എഴുതുന്നു, അതിലൊരു ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല. അപ്പൊ ഇതിൽ പെടാത്തതാണ് ഏകമുഖ ചിന്ത അഥവാ കൺവർജന്റ് തിങ്കിങ്. സി ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, യഥാർത്ഥത്തിൽ ഇതിനെ ഒരു പ്രത്യേക അവസ്ഥയായി കരുതാൻ പറ്റില്ല, എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണിത്. ഇത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ ഒരു പ്രത്യേക അവസ്ഥയായി കരുതാൻ പറ്റില്ല, എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണിത്. ഇത് സൂചിപ്പിക്കുന്നത് ഓട്ടിസം, ADHD, സെറിബ്രൽ പാൾസി, ബുദ്ധി പരിമിതിയുള്ള അഥവാ മെന്റൽ റിട്ടാർഡേഷൻ. ബി ആണ് ഉത്തരം, ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ്
ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണ് ഇത്, ADHD. 12ാമത്തെ ചോദ്യം, തന്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനും വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യാനുമുള്ള കഴിവാണ് ഗാർഡനർ നിർദ്ദേശിച്ച ഈ ബുദ്ധി. ഇത് ഏതാണ്? തന്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കൃത്യതയോടെ ദർശിക്കാനും വേണ്ട വിധത്തിൽ ഇന്ദ്രിയ സംവേദനം ചെയ്യാനുമുള്ള കഴിവാണ് ഗാർഡനർ നിർദ്ദേശിച്ച ഈ ബുദ്ധി. ഇത് ഏതാണ്? എ. ഗണിതപര യുക്തിപര ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ. ബി. ദൃശ്യസ്ഥരപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ. സി. പ്രകൃതിപര ബുദ്ധി, നാച്ചുറലിസ്റ്റിക്. ഡി. അസ്തിത്വപര ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ. ബി ആണ് ഉത്തരം, ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കേറ്റഡ് പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നേരത്തെ നമ്മൾ കാറ്റഗറി 1 വിശദീകരിച്ചപ്പോഴും അതിലും ഇത് സംബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാ കാറ്റഗറികളിലും വരുന്ന ഒരു ഭാഗമാണ് ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. 8 തരം ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അവയിൽ ഏതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകാവുന്നതാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കാം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അഥവാ ബഹുതര ബുദ്ധികൾ, ഈ ആശയം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സൈദ്ധാന്തികനാണ് ഹൊവാർഡ് ഗാർഡനർ. അദ്ദേഹം 1983 ഒരു പുസ്തകം എഴുതി, മനസ്സിന്റെ ചട്ടക്കൂടുകൾ, ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് ഓരോ വ്യക്തിയും സ്വതന്ത്രമായ 7 മാനസിക ശേഷികളുടെ അഥവാ 7 ബുദ്ധിശക്തികളുടെ എങ്കിലും ഉടമയാണ് എന്നാണ്. അപ്പൊ 7 മാനസിക ശേഷികൾ അഥവാ 7 ബുദ്ധിശക്തികൾ ഒരു മനുഷ്യൻ ഉണ്ട് എന്നാണ് ഹൊവാർഡ് ഗാർഡനർ 1983 എഴുതിയ ആ പുസ്തകത്തിൽ പറയുന്നത്. അതിൽ 2 വിദ്യാലയത്തിൽ പതിവ് ശൈലിയിൽ വിലയിരുത്തപ്പെട്ടു പോന്നു. പിന്നത്തെ 3 പ്രായണ കലകളുമായി ബന്ധപ്പെട്ടവയാണ്. പിന്നത്തെ 2 അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈയക്തികമായ ബുദ്ധിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ഈ ആശയം പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഹൊവാർഡ് ഗാർഡനറാണ്. അപ്പൊ ഇപ്പോൾ കുറെ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിച്ചു, ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ബുദ്ധി സിദ്ധാന്തകരല്ലാത്ത മനഃശാസ്ത്രജ്ഞർ ആര്? താഴെ പറയുന്നവയിൽ ബുദ്ധി സിദ്ധാന്തകരല്ലാത്ത മനഃശാസ്ത്രജ്ഞൻ ആര്? എമംഗ് ദ ഫോളോയിങ് സൈക്കോളജിസ്റ്റ് ഹു ഈസ് നോട്ട് എ തിയറിസ്റ്റ് ഓൺ ഇന്റലിജൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ചോദ്യം. എ എന്ന ഓപ്ഷൻ തേഴ്സ്റ്റൺ ആണ്. തേഴ്സ്റ്റൺ ബുദ്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം, അദ്ദേഹം ഗ്രൂപ്പ് ഫാക്ടർ തിയറി മുന്നോട്ട് വെച്ച വ്യക്തിത്വമാണ്, അഥവാ ഘടക സംഘ സിദ്ധാന്തം. അപ്പോൾ അദ്ദേഹം അതല്ല, എ എന്ന ഓപ്ഷൻ അല്ല, അതുകൊണ്ട് ഉത്തരം. ഇനി നമുക്ക് സി, നമുക്കറിയാം ഹൊവാർഡ് ഗാർഡനറെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിത്വമാണ്. ബുദ്ധിയെ സംബന്ധിച്ചുകൊണ്ടുള്ള ബഹുതര ബുദ്ധികൾ എന്ന് പറയുന്ന സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്പിയർമാൻ ആണെങ്കിലോ സ്പിയർമാൻ 2 ഫാക്ടർ തിയറി അഥവാ ദ്വിഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിത്വമാണ്. അപ്പോൾ തേഴ്സ്റ്റണും ഗാർഡനറും സ്പിയർമാനും ഇപ്പോൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഹ്ലർ ആണ് ഉത്തരം എന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാം. ബി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി, കോഹ്ലർ എന്നതാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് ഹൊവാർഡ് ഗാർഡനർ പറഞ്ഞിട്ടുള്ള 7 തരം ബുദ്ധിശക്തികൾ പരിശോധിക്കാം. ഒന്നാമത്തത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്, ദർശന അല്ലെങ്കിൽ സ്ഥലപരിമാണ ബോധ ബുദ്ധിശക്തി. ഈ ബുദ്ധിശക്തി കൂടുതലുള്ള വിദ്യാർത്ഥികൾ ചിത്രങ്ങളിലൂടെയാണ് ചിന്തിക്കുക. അവർ ഭൂപടങ്ങളും ചാർട്ടുകളും ചിത്രങ്ങളും വീഡിയോകളും ചലച്ചിത്രങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്. അവർ അറിവ് നിലനിർത്താൻ വേണ്ടിയിട്ട് വ്യക്തമായ മാനസിക ബിംബങ്ങൾ സൃഷ്ടിക്കാനൊക്കെ അവർക്ക് കഴിയും. അവരുടെ പ്രത്യേകമായ ശേഷികൾ നമ്മൾ പരിശോധിച്ചാൽ അവർ പ്രഹേളിക സൃഷ്ടി, വായന, ചാർട്ടുകളുടെയും ഗ്രാഫുകളുടെയും പഠനം, നല്ല ദിശാബോധം, ചിത്രരചന, പെയിന്റിംഗ്,
അതുപോലെ ദർശക സാദൃശ്യങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും സൃഷ്ടി, ബിംബങ്ങളുടെ കൈകാര്യം, നിർമ്മിതി, നിത്യജീവിതത്തിൽ പ്രയോജനകരമായ പദാർത്ഥങ്ങളുടെ നിർമ്മാണം, ദർശക ബിംബങ്ങളുടെ വ്യാഖ്യാനം തുടങ്ങിയവയൊക്കെയാണ് അവരുടെ ശേഷികൾ. ഇവരെ ഭാവിയിൽ ആരായിത്തീരും? ഭാവിയിൽ അവർ നാവികരായിത്തീരാം, ശില്പികളായിത്തീരാം, ദൃശ്യ കലാകാരന്മാരായിത്തീരാം, കണ്ടുപിടുത്തക്കാരായി മാറാം, ആർക്കിടെക്റ്റുകൾ, ഇന്റീരിയർ ഡിസൈനർമാർ, മെക്കാനിക്കൽ എഞ്ചിനീയർമാർ ഒക്കെ ആവുവാനുള്ള സാധ്യത ഇത്തരം ബുദ്ധിശക്തി ഉയർന്ന വിദ്യാർത്ഥികളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. നാവികരും ശില്പികളും ദൃശ്യകലാകാരന്മാരും കണ്ടുപിടുത്തക്കാരും ആർക്കിടെക്റ്റുകളും ഇന്റീരിയർ ഡിസൈനർമാരും മെക്കാനിക്കുകളും എഞ്ചിനീയർമാരും ഒക്കെ ആവാനുള്ള സാധ്യതയാണ് ഇത്തരം ബുദ്ധിശക്തി കൂടിയവർക്ക് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: ദൃശ്യസ്ഥലപരമായ ബുദ്ധിശക്തി ഉണ്ടോ അഥവാ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായ ചോദ്യം ഏതാണ്? അപ്പൊ സ്പേഷ്യൽ ഇന്റലിജൻസ് ഒരു കുട്ടിക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ആ കുട്ടിയോട് ചോദിച്ചു നോക്കാവുന്ന ചോദ്യം ഏതാണ്? 543 × 484 മൂല്യം കണ്ടെത്തുക. സ്കൂൾ കോമ്പൗണ്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റാം എന്ന് ചോദിക്കുക. മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ പറയേണ്ട, ഇത് എളുപ്പം മനസ്സിലാക്കാനുള്ള കാര്യം, ഈ ബുദ്ധിശക്തി ഉള്ളവർ ആരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ആർക്കിടെക്റ്റുകളാകാം, ഇന്റീരിയർ ഡിസൈനർമാർ, എഞ്ചിനീയർമാരൊക്കെ ആകാൻ സാധ്യതയുള്ള കുട്ടികളാണ്. അപ്പോൾ അവരോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഏതാണ്? സ്കൂൾ കോമ്പൗണ്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റാം എന്നാണ് ഒരു എഞ്ചിനീയറോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, അല്ലെങ്കിൽ ഒരു ഡിസൈനറോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം അതാണ്. അതുകൊണ്ട് ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. സ്കൂൾ കോമ്പൗണ്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റാം. മറ്റൊരു ചോദ്യം: റീത്ത കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രം വരയിലും വളരെ താല്പര്യവും കഴിവുമുള്ള ആളാണ്. ഈ താല്പര്യത്തെ ഏത് ബുദ്ധിശക്തിയുമായി ബന്ധപ്പെടുത്താം? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകളുടെ ശേഷികളെ കുറിച്ച്. അവർക്ക് ചിത്രരചന, പെയിന്റിംഗ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശേഷി ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് അഥവാ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് കുട്ടിക്കുള്ളത് എന്ന് ഇത് മനസ്സിലാക്കാം. അത്തരം ആളുകൾക്ക് ചിത്രരചനയിൽ, പെയിന്റിങ്ങിലും ഒക്കെ നല്ല കഴിവുണ്ടായിരിക്കും, അതിൽ താല്പര്യവും ഉണ്ടായിരിക്കും. അപ്പോൾ ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ സ്പേഷ്യൽ ഇന്റലിജൻസ്. രണ്ടാമത്തേതാണ് വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, വാചിക അല്ലെങ്കിൽ ഭാഷാപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധിശക്തി. ഇത് വാക്കുകളും ഭാഷയും വേണ്ട പോലെ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ഇത് ഉയർന്ന നിലവാരത്തിൽ അഥവാ ഇത് വളരെ കൂടുതലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രവണശേഷി ഉണ്ടായിരിക്കും, കേൾക്കാനുള്ള നല്ലൊരു ശേഷി അവർക്കുണ്ടായിരിക്കും, അവർ നല്ല പ്രഭാഷകരായിരിക്കും. അതുപോലെ പദങ്ങളിലൂടെയാണ് അവർ ചിന്തിക്കുക. നേരത്തെ പറഞ്ഞു ചിത്രം വഴിയാണ് അവർ ചിന്തിക്കുക എന്ന് നേരത്തെ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് പദങ്ങളിലൂടെയാണ്. അവരുടെ പ്രത്യേകമായ ശേഷികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സമർത്ഥമായ ശ്രവണം അഥവാ നന്നായിട്ട് നല്ല കേൾവിക്കാരായിരിക്കും അവർ, നല്ല ഭാഷണം, നല്ല സംസാരിക്കാനുള്ള നല്ല ശേഷി ഉണ്ടായിരിക്കും, ലേഖനം, കഥാകഥനം, വിശദീകരണം, കാര്യങ്ങളൊക്കെ നന്നായി വിശദീകരിച്ചു കൊടുക്കാനുള്ള ശേഷി ഉണ്ടാകും, ബോധനം, അതുപോലെ ഫലിത പ്രയോഗം, പദങ്ങളുടെ രൂപഘടനയും അർത്ഥവും മനസ്സിലാക്കാനുള്ള കഴിവ്, വിവരങ്ങൾ ഓർത്തു വെക്കാനുള്ള ശേഷി, സ്വന്തം വീക്ഷണങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ്, ഭാഷാപ്രയോഗങ്ങളുടെ അപഗ്രഥനം, പദങ്ങളുടെ ധാരാളിത്വവും ഒഴുക്കും, ഉചിതമായ പദപ്രയോഗം, ഇതൊക്കെ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇവരാരായിത്തീരും? കവികളും പത്രപ്രവർത്തകരും എഴുത്തുകാരും അധ്യാപകരും നിയമജ്ഞരും രാഷ്ട്രീയ പ്രവർത്തകരും തർജ്ജമക്കാരും ഒക്കെ ആയിട്ട് ഇവർ ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ പിന്നീട് മാറുന്നത് കാണാൻ സാധിക്കും. അവർ കവികളാവാം, പത്രപ്രവർത്തകരാവാം, എഴുത്തുകാരും അധ്യാപകരും നിയമജ്ഞരും രാഷ്ട്രീയ പ്രവർത്തകരും തർജ്ജമക്കാരും ഒക്കെ ആയിട്ട് ഈ കുട്ടികൾ ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തത് യുക്തിചിന്തന, ഗണിത ബുദ്ധിശക്തി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്.
ഇത് ന്യായവാദം, യുക്തിചിന്തനം, സംഖ്യാബോധം എന്നിവയുടെ പ്രയോഗത്തിലുള്ള കഴിവാണ്. ന്യായവാദത്തിന്റെയും യുക്തിചിന്തനത്തിന്റെയും സംഖ്യാബോധത്തിന്റെയും ഒക്കെ പ്രയോഗത്തിലുള്ള കഴിവാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇത് കൂടുതലുള്ള വിദ്യാർത്ഥികൾ യുക്തിപരവും സംഖ്യാധിഷ്ഠിതവുമായ രീതിയിൽ ആശയപരമായി ചിന്തിച്ച് വിജ്ഞാന ശകലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. എപ്പോഴും ചുറ്റുപാടുമുള്ള ലോകത്തെ പറ്റിയിട്ട് ജിജ്ഞാസുക്കളായിരിക്കും ഈ കുട്ടികൾ. അവർ ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരായിരിക്കും ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ. അവരുടെ പ്രത്യേകമായ കഴിവുകൾ നമ്മൾ പരിശോധിച്ചാൽ പ്രശ്ന നിർദ്ധാരണം, വിവരങ്ങളുടെ വർഗീകരണം, പരസ്പരം ബന്ധം വ്യക്തമാക്കുമാറ് ഗുണാത്മകമായ ആശയങ്ങളെ കൈകാര്യം ചെയ്യൽ, യുക്തികളുടെ നീണ്ട ചങ്ങലകൾ കൈകാര്യം ചെയ്യൽ, നിയന്ത്രിതമായ പരീക്ഷണങ്ങൾ നടത്തുക, പ്രാകൃതിക പ്രതിഭാസങ്ങളുടെ സ്വഭാവം അന്വേഷിക്കുകയും അതിൽ അത്ഭുതം കൂറുകയും ചെയ്യുക, സങ്കീർണമായ ഗണിതക്രിയകളിൽ ഏർപ്പെടുക, ക്ഷേത്രഗണിത രൂപങ്ങൾ കൈകാര്യം ചെയ്യുക, സംഖ്യാരൂപ മാതൃകകളും സംഖ്യാശൃംഖലകളും വ്യാഖ്യാനിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക. ഇതൊക്കെയായിരിക്കും ഈ ബുദ്ധി കൂടുതലുള്ള കുട്ടികളുടെ ശേഷികൾ. അവരുടെ താല്പര്യം ആ മേഖലയിലായിരിക്കും. ഇവർ ഭാവിയിൽ ആരായിത്തീരും? ശാസ്ത്രജ്ഞരാവും, എഞ്ചിനീയർ ആവാം, അക്കൗണ്ടന്റുമാരും, ഗണിതശാസ്ത്രജ്ഞന്മാരും, ഗണിതജ്ഞന്മാരും, കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരും, ഗവേഷകന്മാരും ഒക്കെ ആയിട്ട് ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ ഭാവിയിൽ മാറാനുള്ള വലിയ സാധ്യതയുണ്ട്. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ തരത്തിലുള്ള 50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കുവാൻ പ്രതിഭയോട് ടീച്ചർ പറഞ്ഞു. പ്രതിഭ ആദ്യം 10 എണ്ണം പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. പ്രതിഭ ഇവിടെ പ്രകടിപ്പിച്ചത് ഏത് തരം ബുദ്ധിയാണ് എന്നതാണ് ചോദ്യം. ഇവിടെ യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധിയാണ് കുട്ടി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബി ആണ് ശരിയായ ഉത്തരം, ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നാലാമത്തത് കായിക ചാലക ബുദ്ധിശക്തി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ഇത് ശാരീരികമായ ചലനങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കാനും പദാർത്ഥങ്ങൾ നിപുണമായി കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിയാണ്. ഇത് കൂടുതലുള്ള വിദ്യാർത്ഥികൾ ചലനങ്ങളിലൂടെ ആത്മാവിഷ്കാരം നടത്തുന്നു. അവർക്ക് നല്ല സമതുലന ബോധമുണ്ടായിരിക്കും. അവരുടെ കണ്ണും കൈയും ഇണങ്ങിച്ചേരും. അഥവാ അവർ ഉദ്ദേശിക്കുന്ന വിധം അവരുടെ ശരീരത്തെ ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കും. പന്ത് കളി, മെയ്യഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് വളരെ മികവുണ്ടായിരിക്കും. ചുറ്റുപാടുമുള്ള പ്രതലങ്ങളുമായി പ്രതികരിക്കുക വഴി അവർക്ക് വിവരങ്ങൾ ഓർക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും. അവരുടെ ശേഷികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നൃത്തം ചെയ്യാൻ സാധിക്കും. ശാരീരിക ചലനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണല്ലോ നൃത്തം ചെയ്യുന്നത്. പിന്നെ കായിക സമായോജനം, കായിക പ്രകടനം, കൈകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന പരീക്ഷണങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ശരീരഭാഷയുടെ പ്രയോഗം, കൈത്തൊഴിലുകൾ, അഭിനയം, മൈമിങ്, കൈകൊണ്ട് സൃഷ്ടിക്കാനും നിർമ്മിക്കാനുമുള്ള ശേഷി, ശരീര ചലനങ്ങളിലൂടെയുള്ള വികാര പ്രകടനം, അനായാസവും താളാത്മകവുമായ ചലനങ്ങൾ, ഇതൊക്കെ ഈ ശേഷിയുള്ള ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക് സാധ്യമാണ്. ഭാവിയിൽ ഇവർ ആരായിത്തീരും? കായിക താരങ്ങളാവാം. കായിക അധ്യാപകരും നർത്തകന്മാരും നടന്മാരും അഗ്നിശമന പ്രവർത്തകരും ശില്പികളും സർക്കസ് താരങ്ങളും ഒക്കെ ആയിട്ട് ഈ ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾ ഭാവിയിൽ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അഞ്ചാമത്തത് സംഗീതാത്മക താളാത്മക ബുദ്ധിശക്തിയാണ്, മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ്. മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ് ഇത് സംഗീതം സൃഷ്ടിക്കാനും ആസ്വദിക്കാനുമുള്ള ശേഷിയാണ്. സംഗീത ബുദ്ധി നന്നായുള്ള പഠിതാക്കൾ, വിദ്യാർത്ഥികൾ ശബ്ദത്തിൻ്റെയും താളത്തിൻ്റെയും രൂപമാതൃകകളുടെയും അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുക. ഇവരിൽ പലരും പരിസ്ഥിതിയിൽ കേൾക്കുന്ന ശബ്ദങ്ങളോട്, ഉദാഹരണം ചീവിടിൻ്റെ ശബ്ദം, മണിനാദം, അതുപോലെ വെള്ളം ഇറ്റുന്ന ശബ്ദം, ഇതിനോടൊക്കെ വല്ലാത്ത സംവേദനം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവരുടെ പ്രത്യേക ശേഷികളെ നമ്മൾ പരിശോധിച്ചാൽ പാടുക, ചൂളമടിക്കുക, സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുക, ശബ്ദമാതൃകകൾ തിരിച്ചറിയുക, സംഗീതം ആവിഷ്കരിക്കുക, ഗാനങ്ങൾ പെട്ടെന്ന് ഓർക്കുക, സംഗീതത്തിൻ്റെ ഘടനയും താളവും മനസ്സിലാക്കുക, വികാരങ്ങൾക്കൊത്ത് ശബ്ദ നിയന്ത്രണം നടത്തുക, ഇതൊക്കെ അവർക്ക് സാധിക്കും. ഭാവിയിൽ ഇവർ ആരാവാം? സംഗീതജ്ഞരാവാം, ഗായകരാവാം, വാദ്യവാദകനാവാം,
ഗാനരചയിതാവും ഒക്കെ ആവാം. രണ്ടാമത്തെന്നാണ് വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് പ്രതികരിക്കാനും സന്തോഷപ്രദമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുമുള്ള ശേഷിയാണ്. മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള ശേഷിയുള്ളവർ. ഇവര് ഈ ശേഷിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കും. ഇവരുടെ പ്രത്യേകത സാധാരണഗതിയിൽ ഇവർ സംഘപ്രവർത്തനങ്ങളിൽ സമാധാനം നിലനിർത്താനും സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കും. അഥവാ കൂട്ടായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അവർക്ക് സാധിക്കും. അവർക്ക് സംഭാഷണത്തിലും അതുപോലെ ശരീരഭാഷയിലുമൊക്കെ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താനും നല്ല ശേഷിയുള്ള ആളുകളായിരിക്കും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർ. ഇവരുടെ ശേഷികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീക്ഷണത്തിലൂടെ നോക്കിക്കാണാൻ അവർക്ക് സാധിക്കും. ക്ഷമാപൂർവമായ ശ്രദ്ധ അവർക്കുണ്ടാകും. മറ്റു വ്യക്തികളുടെ മാനസിക നിലയും വികാരങ്ങളും അവർ മനസ്സിലാക്കും. മാർഗദർശനം നൽകുക, സംഘവുമായി സഹകരിക്കുക, അഥവാ ഒരു ഗ്രൂപ്പ് കുറെ ആളുകളുമായിട്ട് ഒന്നിച്ച് സഹകരിച്ചു പോവാൻ അവർക്ക് സാധിക്കും. വ്യക്തികളുടെ ഉൾപ്രേരണകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കുക, സാധാരണ ഭാഷയിലൂടെയും അല്ലാതെയും ആശയവിനിമയങ്ങളിൽ ഏർപ്പെടുക, വിശ്വാസം വളർത്തുക, എതിർപ്പുകൾ സമാധാനപരമായിട്ട് ഒത്തുതീർപ്പാക്കുക, മറ്റു വ്യക്തികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെയായിരിക്കും അവരുടെ പ്രത്യേകമായിട്ടുള്ള ശേഷികൾ. ഇവർ ഭാവിയിൽ ആരാവും? മാർഗദർശകന്മാരാവാം, വിൽപ്പനക്കാരാവാം, രാഷ്ട്രീയ പ്രവർത്തകരാവാം, വ്യവസായ സംരംഭകരാകാം, സാമൂഹിക പ്രവർത്തനാകാം, സാമൂഹിക സേവന സംഘടനാ പ്രവർത്തകനാകാം. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറാനുള്ള സാധ്യത അവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. സ്കൂളിൽ ക്ലാസ് തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ആ പുതിയ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളെയും ഫൈസൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഫൈസലിൽ പ്രകടമായത് ഏത് തരം ബുദ്ധിശക്തി ആയിരിക്കും? അപ്പം മറ്റുള്ളവരുമായുള്ള ബന്ധം, സംഘപ്രവർത്തനത്തിലുള്ള ശേഷി, ഇതൊക്കെയാണ് ഫൈസലിൽ ഉള്ളത്. അപ്പോൾ ഫൈസൽ മികച്ചു നിൽക്കുന്നത്, ഫൈസലിൽ പ്രകടമായത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. സി ആണ് ശരിയായ ഉത്തരം. അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? അപ്പോൾ ഈ കുട്ടി മികച്ചു നിൽക്കുന്നത് മറ്റുള്ളവരുമായി ചർച്ചകൾ നടത്തുക, മറ്റുള്ളവരുടെ കൂടെ സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പൊ അതിനാണ് അവൾക്ക് താല്പര്യം, അതിനാണ് അവൾ മികവ് കാണിക്കുന്നത്. അവൾക്കുള്ളത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായത്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഏഴാമത്തതാണ് ആത്മദർശന ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. നേരത്തെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് നമ്മൾ പറഞ്ഞത്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഇത് സ്വന്തം പ്രവർത്തനങ്ങളെ യുക്തിപൂർവം പുനഃപരിശോധിക്കാനും സ്വന്തം ആന്തരികാവസ്ഥ കണ്ടറിയാനുമുള്ള ശേഷിയാണ്. ഇത് കൂടുതലുള്ള വിദ്യാർത്ഥികൾ അവരുടെ ആന്തരിക വികാരങ്ങളെയും സ്വപ്നങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ശക്തി ദൗർബല്യങ്ങളെയും യുക്തിപൂർവം പുനഃപരിശോധിക്കും. അവർ ആരോഗ്യകരമായ ആത്മബോധം വളർത്തുന്നവരായിരിക്കും. അവരുടെ ശേഷികൾ നമ്മൾ പരിശോധിച്ചാൽ സ്വന്തം ബലങ്ങളും സ്വന്തം ബലഹീനതകളും തിരിച്ചറിയുന്നവരായിരിക്കും ഈ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർ. തങ്ങളെ തന്നെ അഥവാ സ്വന്തത്തെ തന്നെ അവർ യുക്തിപൂർവം വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചെയ്യും. തങ്ങളുടെ ആന്തരിക വികാരങ്ങളെ പറ്റിയിട്ട് അവർ ബോധവാന്മാരായിരിക്കും. സ്വന്തം ചിന്താശൈലിയെ അവർ വിലയിരുത്തും. സ്വന്തത്തോട് തന്നെ യുക്തിവാദം നടത്തും. അവർ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി തങ്ങളുടെ പങ്ക് എന്താണ് എന്ന് അവർ മനസ്സിലാക്കും. ഇതൊക്കെയാണ് അവരുടെ ശേഷികൾ. ഇവർ ഭാവിയിൽ ആരാവാം? ഗവേഷകന്മാരാകാം, സൈദ്ധാന്തികന്മാരാവാം, ദാർശനികന്മാരും മതപ്രവർത്തകരും ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർ. ഒരു കാറ്റഗറി 3 പരീക്ഷയിൽ അഥവാ 2012 കാറ്റഗറി 3 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, അക്കോർഡിംഗ് ടു ഹൊവാർഡ് ഗാർണർ
എ പേഴ്സൺ വിത്ത് റിയലിസ്റ്റിക് നോളജ് അബൌട്ട് ഹിസ് ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഔട്ട്ലുക്ക് ഈസ് റെഫേർഡ് ആസ്. സ്വന്തം ഫീലിംഗ്സിനെ കുറിച്ച്, സ്വന്തം ആറ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടും സ്വന്തം ഔട്ട്ലുക്കിനെ പറ്റിയിട്ടുമൊക്കെ ശരിയായ വിവരം ഉള്ള ആൾക്ക് ഏത് ഇന്റലിജൻസ് ആണ് ഉള്ളത് എന്നതാണ് ചോദ്യം. അത് നമുക്കറിയാം, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. സ്വന്തം കഴിവുകളും പോരായ്മയും മനസ്സിലാക്കാൻ കഴിവുള്ളതും തന്നോടും മറ്റുള്ളവരോടും ആരോഗ്യപരമായ മനോഭാവം നിലനിർത്താനും കഴിവുള്ള കുട്ടിയിൽ പ്രമുഖമായി കാണപ്പെടുന്നത് ഏത് തരം ബുദ്ധിയാണ്? യുക്തിഗണിത ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, പാരിസ്ഥിതിക ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. സ്വന്തം കഴിവുകളും പോരായ്മയും മനസ്സിലാക്കാൻ, അല്ലെ, സ്വന്തം സ്ട്രെങ്ത്തുകൾ, സ്വന്തം വീക്ക്നെസ്സുകളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി അവനുണ്ട്. അപ്പൊ അത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് ആ കുട്ടിക്കുള്ളത്. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്, ഡി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 1999 ഹൊവാർഡ് ഗാർഡ്നർ ഒരു പുസ്തകം എഴുതി, ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പേരിൽ. ഇന്റലിജൻസ് റീഫ്രെയിംഡ് അഥവാ ബുദ്ധിശക്തി പുനഃപരിശോധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്റലിജൻസ് റീഫ്രെയിംഡ്. ആ പുസ്തകത്തിൽ അദ്ദേഹം 8ാമത് ഒരു തരം ബുദ്ധിയെക്കുറിച്ച് കൂടി പറയുകയുണ്ടായി. നേരത്തെ അദ്ദേഹം 7 തരം ബുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പുസ്തകത്തിലാണ്, ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം 8ാമതൊരു തരം ബുദ്ധി കൂടി ഉണ്ട് എന്ന് പറഞ്ഞത്. അത് പ്രകൃതി ബന്ധിത ബുദ്ധിശക്തിയാണ്, നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്. നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്. ഈ ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ചെടികളെയും മൃഗങ്ങളെയും പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെയും ഒക്കെ തിരിച്ചറിയാനും വർഗീകരിക്കാനുമുള്ള കഴിവാണ്. കർഷകർ, ഉദ്യാനപാലകർ, സസ്യശാസ്ത്രജ്ഞർ, ഭൗമശാസ്ത്രജ്ഞർ, ഫ്ലോറിസ്റ്റുകൾ, പുരാവസ്തു വിദഗ്ധർ ഒക്കെ ഈ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നവരാണ്. ഇവരുടെ ശേഷികൾ എന്തൊക്കെ എന്ന് പരിശോധിച്ചാൽ, പ്രാകൃതിക അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവരാണ് അവർ. അതിൻ്റെയൊക്കെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് അവർ മനസ്സിലാക്കും. എന്നിട്ട് അവയുടെ മാനസിക ബിംബങ്ങൾ അവർ സൃഷ്ടിക്കും. അതേപോലെ സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ, അതുപോലെ മറ്റ് ജീവികളെയും ഒക്കെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. എന്നിട്ട് അവയെ വർഗീകരിക്കുവാൻ, പല വർഗങ്ങളായും ഇനങ്ങളുമായിട്ടും ഒക്കെ വർഗീകരിക്കാൻ അവർക്ക് സാധിക്കും. അവയുടെ ബാഹ്യവും ആന്തരികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഈ പ്രകൃതി പ്രതിഭാസങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുവാൻ അവർക്ക് സാധിക്കും. ഈ നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് ഉള്ള ആളുകൾ, അവർ കർഷകരും അതുപോലെ സസ്യശാസ്ത്രജ്ഞരും ഭൗമശാസ്ത്രജ്ഞരും ഒക്കെ ആയിട്ട്, പുരാവസ്തു വിദഗ്ധരും ഒക്കെ ആയിട്ടാണ് ഭാവിയിൽ മാറാനുള്ള സാധ്യതയുള്ളത്.